ഹലോ ഡിയേഴ്സ്, ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്നത് 7th സ്റ്റാൻഡേർഡിലെ ബേസിക് സയൻസിലെ ഫസ്റ്റ് ചാപ്റ്ററായ ടുവാർഡ്സ് എ 100-fold yield ബാക്കി ഭാഗമാണ് കേട്ടോ. സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞ ഈ ഭാഗമാണ് ടീച്ചർ എടുക്കുന്നത്. ഇതിന് ഫസ്റ്റ് പാർട്ട് കാണാത്തവർ ഒരു ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന് ലിങ്ക് ഉണ്ട്, അത് കാണുക കേട്ടോ. അപ്പോൾ എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ? എന്താണ് സെർപ്പൻറ്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ? നാഗപ്പതിവയ്ക്കുന്നതാണ് അല്ലേ. In plants like pepper, layering can be done by bending the long branches into the soil and covering the branches with soil at intervals. Notes. എന്താണ് ഈ പെപ്പർ എന്ന് പറഞ്ഞാൽ എന്താ? കുരുമുളക് പോലുള്ള ചെടികളുടെ നീളമുള്ള ആ ശാഖകൾ ഉണ്ടല്ലോ, ബ്രാഞ്ചസ്, അത് മണ്ണിനടിയിലേക്ക് വളച്ച് വെച്ച് പല ഭാഗങ്ങളിൽ എന്താണ് ഈ നോട്ട്സിൽ എന്താണ് പല ഭാഗങ്ങളിൽ ഇടവിട്ട് മണ്ണിട്ട് മൂടിയും എന്താക്കുക നമുക്ക് ലെയറിങ് ചെയ്യാം. In this way, multiple saplings can be produced simultaneously from a single branch. ഈ രീതിയിൽ ഒരേ സമയം ഒന്നിലധികം എന്താണ് തൈകൾ ഒരു ബ്രാഞ്ചിൽ നിന്ന് നമുക്ക് ലഭിക്കും. പ്ലാന്റ്സ് വിത്ത് ഡിഫറെന്റ് ലെയറിംഗ് മെത്തേഡ്സ്. അപ്പൊ എന്താണ് ഇവിടെ വിവിധ രീതികളിൽ എന്താണ് ഈ ലെയറിംഗ് ചെയ്യുന്ന മെത്തേഡുകളാണ് ഇവിടെ പറയുന്നത് കേട്ടോ. പ്ലാന്റ്സിനെ വിവിധ രീതിയിൽ ലെയറിംഗ് ചെയ്യുന്ന രീതിയാണ്, വിവിധ രീതികൾ. എന്താ എയർ ലെയറിംഗ് ഉണ്ട് അല്ലെ, എയർ ലെയറിംഗ് ഉണ്ട്, സെർപ്പന്റൈൻ ലെയറിംഗ് ഉണ്ട്. അതിൽ എയർ ലെയറിംഗ് ചെയ്യാൻ പറ്റിയത് ഏതൊക്കെയാണ്? ഈ എയറിൽ ലെയർ ചെയ്യുന്നത് ഗുവാവ, പേരക്ക, കാഷ്യൂ ട്രീ, എന്താ കശുമാവ്, സപ്പോട്ട, റോസ്, ജാവ, ആപ്പിൾ, ചാമ്പയ്ക്ക, ഫിഗ്, അത്തി, പിന്നെ ആൽമണ്ട്, എന്താ ബദാം അല്ലെ. അതൊക്കെ എന്താണ് എയർ ലെയറിംഗ് ആണ്. ഈ സെർപ്പന്റൈൻ ലെയറിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? വള്ളികൾ പോലെയുള്ളത് അല്ലെ. ബോഗൺവില്ല, ജാസ്മിൻ, പിന്നെ എന്താണ് ബെറ്റൽ, മുല്ല, പിച്ചി അല്ലെ, പിന്നെ പെപ്പർ, കുരുമുളക്, ഗ്രേപ്സ്, മുന്തിരി, പിന്നെന്താണ് ക്രിസാന്തീമം അല്ലെ. അതൊക്കെ എന്താണ് സെർപ്പന്റൈൻ ലെയറിംഗ് ആണ് കേട്ടോ. കൺസിഡർ സം പെക്യുലാരിറ്റീസ് ഓഫ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ്ഡ് ബൈ ലെയറിംഗ്. എന്താണ് ഇവിടെ പറയുന്നത്? നമുക്ക് ഈ ലെയറിംഗ് വെച്ചുണ്ടാക്കുന്ന സസ്യങ്ങളുടെ ചില സവിശേഷതകൾ എന്താണ്, പെക്യുലാരിറ്റീസ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇവിടെ ശ്രദ്ധിക്കുക. പൊസസ് ദ ക്വാളിറ്റീസ് ഓഫ് മദർ പ്ലാന്റ്. എന്താണ് ഈ മദർ പ്ലാന്റിന്റെ ഗുണങ്ങൾ ഉണ്ടാകും. സ്മോൾ സൈസ് ആൻഡ് ഷോർട്ട് ലൈഫ് സ്പാൻ. എന്താണ് ചെടിയുടെ വലിപ്പവും പിന്നെ അതുപോലെ അതിന്റെ സൈസും ഷോർട്ട് ലൈഫ് സ്പാനും ആയിരിക്കും. അതായത് ചെടിയുടെ വലിപ്പവും ആയുർദൈർഘ്യവും എന്താണ് കുറവായിരിക്കും അല്ലെ, ആയുസ് കുറവായിരിക്കും അങ്ങനത്തെ ചെടികൾക്ക് അല്ലെ. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിങ്. എന്താണ് വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യും അല്ലെ. ആബ്സെൻസ് ഓഫ് എ ടാപ്പ് റൂട്ട് സിസ്റ്റം. എന്താണ് ടാപ്പ് റൂട്ട് സിസ്റ്റം എന്താണ് ഉണ്ടായിരിക്കില്ല അല്ലെ. അതായത് അടിയിലേക്ക് നന്നായി വേര് പോവില്ല. റിക്വയർ മോർ കെയർ. എന്താണ് കൂടുതൽ പരിചരണം എന്താണ് ആവശ്യമാണ് അല്ലെ. അപ്പോൾ ലിസ്റ്റ് ഔട്ട് ദ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് പ്ലാന്റ് പ്രൊഡ്യൂസ് ത്രൂ ലെയറിംഗ്. റെക്കോർഡ് ഇറ്റ് ഇൻ ദ സയൻസ് ഡയറി. എന്താണ് ഈ ലെയറിംഗ് ഉൽപ്പാദിപ്പിക്കുന്ന പ്ലാന്റ്സിന്റെ ഈ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും എന്താണ് നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് എന്താണ് നേട്ടങ്ങളും ഉണ്ട് ദോഷങ്ങളും ഉണ്ട്. അപ്പം അതിന്റെ അഡ്വാൻറ്റേജും ഡിസ്അഡ്വാൻറ്റേജും നിങ്ങൾ എന്താക്കുക നോട്ടിൽ എഴുതുക കേട്ടോ. ഇനി നോക്കൂ ഫോർ ഫർദർ റീഡിങ്. എന്താണ് റൂട്ടിംഗ് ബൈ ഡിപ്പിംഗ്. എന്താണ് വേര് മുളപ്പിക്കൽ ഇങ്ങനെയും ആണ് അല്ലെ. ഡിപ്പിംഗ് ദ ടിപ്പ് ഓഫ് സ്റ്റം കട്ടിംഗ് ഇൻ സൊല്യൂഷൻ കണ്ടെയ്നിങ് പ്ലാന്റ് hormones like auxin speeds up root formation. This practice is widely used nowadays to enhance the success rate of vegetative propagation using stem cutting. എന്താ ഇവിടെ ഈ സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ള ഇതുണ്ടല്ലോ, എന്താണ് സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ള ഈ വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷന്റെ വിജയ സാധ്യത പരമാവധി കൂട്ടാനുണ്ടല്ലോ ഈ ഓക്സിൻ പോലുള്ള സസ്യ ഹോർമോൺസ് ഉണ്ട്, പ്ലാന്റ് ഹോർമോൺസ്. അത് അടങ്ങിയ ഒരു സൊല്യൂഷനിൽ ലായനിയിൽ എന്താക്കണം വേര് മുളയ്ക്കാണ്ട ആ സ്റ്റെമ്മ് ഭാഗം മുക്കി വെച്ച് വേഗത്തിൽ വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട്. മനസ്സിലായല്ലോ എന്താണ് ഇവിടെ പറഞ്ഞത്? ഒന്നും കൂടി പറഞ്ഞുതരാം. അതായത് സ്റ്റെം ഉപയോഗിച്ചിട്ടുള്ള വെജിറ്റേറ്റീവ് പ്രൊപ്പഗേഷൻ രീതിയുടെ വിജയ സാധ്യത പരമാവധി കൂട്ടാൻ ഈ ഓക്സിൻ പോലുള്ള ഈ പ്ലാന്റ് ഹോർമോൺസുകൾ അടങ്ങിയ സൊല്യൂഷനിൽ വേര് മുളയ്ക്കേണ്ട ഈ സ്റ്റെമ്മിന്റെ ഭാഗം മുക്കി വെച്ച് വേഗത്തിൽ
വേര് പിടിപ്പിക്കുന്ന രീതി ഇന്ന് നിലവിലുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇന്ന് നിലവിലുണ്ട്. ഓക്കെ, ഗ്രാഫ്റ്റിംഗ് എന്താണ്? കമ്പൊട്ടിക്കലാണ് കേട്ടോ. ഗ്രാഫ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? കമ്പൊട്ടിക്കൽ. ലുക്ക് അറ്റ് ദ പിക്ചർ. യു നീഡ് എ സാപ്ലിങ്സ് ഓഫ് ദിസ് മാംഗോ ട്രീ. ഈ ചിത്രം നോക്കൂ. ഈ മാവിന്റെ ഒരു തൈ വേണം. കണ്ടോ, കുറേ മാങ്ങ ഉണ്ടായിട്ടുണ്ട് അല്ലെ. അപ്പൊ ഈ മാവിന്റെ ഒരു തൈ വേണം. You need a saplings of this mango tree. Is it possible to make it through layering? എന്താണ്? ഇതിന്റെ തൈ നമുക്ക് വേണം അല്ലെ. അത് ഈ ലെയറിംഗ് വഴി ഉണ്ടാക്കാൻ കഴിയുമോ? It is difficult to induce roots in the stem of a mango tree. എന്താണ്? ഇതിന്റെ മാവിന്റെ കൊമ്പിൽ വേര് പിടിപ്പിക്കൽ എന്താണ്? പ്രയാസമാണ് അല്ലെ. What about planting seed? അങ്ങനെയാണെങ്കിൽ വിത്ത് നട്ടാലോ? It takes years for the tree to yield mangoes. അപ്പം വിത്ത് നട്ടാൽ എന്താ? കുറേ വർഷങ്ങൾ പിടിക്കും എന്ത്? മാങ്ങ ഉണ്ടാവാൻ അല്ലെ. It need not have all the qualities of this mango tree. അപ്പൊ എന്താണ്? ഒന്നിന് ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടാകണമെന്നൊന്നുമില്ല അല്ലെ. അതിന്റെ വിത്ത് നട്ടാൽ എന്താണ്? കുറേ വർഷം പിടിക്കുകയും ചെയ്യും. ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളും ഉണ്ടായിക്കൊള്ളണമെന്നുമില്ല അല്ലെ. Then how is it possible to produce a saplings with all the qualities of this mango tree? Let us check. അപ്പൊ എന്താണ്? അപ്പോൾ ഈ മാവിന്റെ എല്ലാ ഗുണങ്ങളോടും കൂടി ഒരു തൈ ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? അപ്പൊ അങ്ങനെ ഉണ്ടാക്കാൻ പറ്റൂലേ? അത് നമുക്ക് എങ്ങനെയാന്ന് പരിശോധിക്കാം. The characteristics of two varieties of a mango trees are given in the table. Analyze the table. എന്താണ്? രണ്ടിനം മാവുകളുടെ പെക്യുലാരിറ്റീസ്, വെറൈറ്റി എന്താണ്? സവിശേഷതകൾ പട്ടികയിൽ നൽകിയിരിക്കുന്നു. ഈ പട്ടിക വിശകലനം ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നോക്കൂ, രണ്ട് മാവാണ് അല്ലെ. എന്താണ്? ഒന്ന് ഇൻഡിജിനസ് മാംഗോ ട്രീയും മറ്റേത് നീലം മാംഗോ ട്രീ ആണ് അല്ലെ. ഇൻഡിജിനസ് മാംഗോ ട്രീ എന്ന് പറഞ്ഞാൽ നാടൻ മാവ് അല്ലെ. ഇതെന്താണ്? റിലേറ്റീവ്ലി സ്മോൾ മാംഗോ ആയിരിക്കും അല്ലെ. താരതമ്യേന എന്താ? ചെറിയ മാങ്ങയായിരിക്കും. സോർ ഓർ സ്വീറ്റ് മാംഗോ, നല്ല പുളിയുള്ളതോ മധുരമുള്ളതായിരിക്കും. ഗ്രോസ് വെൽ ഇൻ അവർ സോയിൽ, എന്താണ്? നമ്മുടെ മണ്ണിൽ നന്നായി വളരും. ഡസൻ നീഡ് എനി സ്പെഷ്യൽ കെയർ, എന്താ പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ല അല്ലെ. ബട്ട് നീലം മാംഗോ ട്രീ ആണെങ്കിലോ ബിഗ് സൈസ്ഡ് മാംഗോ ആയിരിക്കും അല്ലെ. വലിയ മാങ്ങയായിരിക്കും. വെരി സ്വീറ്റ് മാംഗോ, നല്ല മധുരമുള്ള മാങ്ങയായിരിക്കും. ഡസൻ ഗ്രോ വെൽ ഇൻ അവർ സോയിൽ, എന്താണ്? നമ്മുടെ മണ്ണിൽ നന്നായി വളരില്ല. നീഡ്സ് സ്പെഷ്യൽ കെയർ, എന്താണ്? നല്ല പരിചരണവും ആവശ്യമാണ് അല്ലെ. ഇപ്പൊ രണ്ടിന്റെയും ഡിഫറൻസ് നിങ്ങൾക്ക് മനസ്സിലായില്ല അല്ലെ. ഇത് എന്താണ്? നാടൻ മാവാണ് അല്ലെ. ഇതാണെങ്കിൽ നീലം മാവ് അല്ലെ. അപ്പൊ എന്താണ്? ഇത് സ്മോൾ മാംഗോ ആണെങ്കിൽ, ഈ നീലമാണെങ്കിൽ ആ ബിഗ് സൈസ്ഡാണ് അല്ലെ. പിന്നെ നമ്മുടെ സോയിലില് ഈ ഇൻഡിജിനസ് മാംഗോ ട്രീ വളരുന്നതാണ്. പക്ഷെ നീലം മാവ് എന്താണ്? മാംഗോ ട്രീ എന്താണ്? നമ്മളെ സോയിലില് നന്നായി വളരില്ല. പിന്നെ ഇതിന് പ്രത്യേക പരിചരണം ഒന്നും ആവശ്യമില്ല അല്ലെ ഇൻഡിജിനസ് മാംഗോ ട്രീക്ക്. ബട്ട് നീലം മാംഗോ ട്രീക്ക് എന്താണ്? പ്രത്യേക നല്ല പരിചരണം ആവശ്യമാണ് അല്ലെ, എന്നാലേ ഉണ്ടാവുള്ളൂ. വിച്ച് വെറൈറ്റി ഈസ് ബെറ്റർ ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി ഓഫ് ഫ്രൂട്ട്സ്? അപ്പൊ ഫലത്തിന്റെ ഗുണമേന്മയിൽ ഏത് മാവാണ് മികച്ചത്? Does indigenous variety have any advantages over നീലം വെറൈറ്റി? ഈ നീലം മാവിനെ അപേക്ഷിച്ച് നാടൻ മാവിന് എന്തെങ്കിലും മേന്മകളുണ്ടോ? If a saplings is produced by joining the stem of നീലം mango with the young plant of indigenous variety, what specialities will it have? എന്താണ്? ഈ നീലം മാവിന്റെ ഒരു കമ്പ് ഈ നാടൻ മാവിന്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചൊരു പുതിയ തൈ ഉണ്ടാക്കിയാൽ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും? എന്താണ് വെച്ചാല് നാടൻ മാവ് നമ്മുടെ നാട്ടിലൊക്കെ വളരുന്നതാണ് അല്ലെ. അപ്പൊ എന്താ ഇവിടെ പറഞ്ഞിരിക്കുന്നത്? നീലമാവിന്റെ ഒരു കമ്പ് എന്താക്കുക? നാടൻ മാവിന്റെ തൈയിൽ വെച്ച് പിടിപ്പിച്ചിട്ട് ഒരു പുതിയ തൈ ഉണ്ടാക്കുക. അപ്പൊ ആ മാവിന് എന്തെല്ലാം പ്രത്യേകതകൾ ഉണ്ടാവും എന്നാ ചോദിച്ചത്. അപ്പൊ ഗ്രോസ് വെൽസ് ഇൻ അവർ സോയിൽ, അപ്പൊ എന്താണ്? നമ്മുടെ മണ്ണിൽ നന്നായി വളരും. yields മാംഗോസ് ഓഫ് നീലം വെറൈറ്റി അല്ലെ. നീലം മാവിന്റെ മാങ്ങ ലഭിക്കും. അങ്ങനെ പല ഇതും ഉണ്ടാവും അല്ലെ. അപ്പം എന്താണ്? നാടൻ മാവിന്റെ ഇതിലേക്ക് നീലം മാംഗോ നമ്മള് എന്താക്കിയാലും വെച്ച് പിടിപ്പിച്ചാല് അങ്ങനെ നല്ല ഇതുണ്ടാവും അല്ലെ. ദെൻ ലെറ്റ് us see how such a saplings is produced. അപ്പൊ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഒരു തൈ ഉണ്ടാക്കുന്ന രീതി നമുക്ക് പരിചയപ്പെടാം. ഗ്രാഫ്റ്റിംഗ് കേട്ടോ. Choose a mango plant of a Moondan variety of 6 months to 1 year. This plant with roots is called root stock. എന്താണ്? 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഒരു മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടി ഈ ചെടിയെ എന്താണ്? റൂട്ട് സ്റ്റോക്ക് എന്ന് പറയുന്നു കേട്ടോ. അതാണ് റൂട്ട് സ്റ്റോക്ക് കേട്ടോ. അതായത് മൂവാണ്ടൻ എന്താണ് പറഞ്ഞിരിക്കുന്നത്? 6 മാസം മുതൽ 1 വർഷം വരെ പ്രായമുള്ള ഈ മൂവാണ്ടൻ മാവിന്റെ തൈ തിരഞ്ഞെടുക്കുക. വേരോട് കൂടിയ ഈ ചെടിയെ റൂട്ട് സ്റ്റോക്ക് എന്നാണ് ഇവിടെ ഇപ്പൊ പറയുന്നത് കേട്ടോ. Cut a stem that has the same size as the root stock from a high yielding tree of നീലം variety. This is called scion.
എന്താ ഇവിടെ പറയുന്നത്? അപ്പൊ നല്ല കായ്ഫലമുള്ള നീലമാവിൽ നിന്ന് ഈ റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഈ റൂട്ട് സ്റ്റോക്ക് വേറെ തന്നെ, ഓക്കെ. പിന്നെന്താണ്, ഈ നീലം മാവിൽ നിന്ന് റൂട്ട് സ്റ്റോക്കിന്റെ അതേ വണ്ണമുള്ള ഒരു കമ്പ് മുറിച്ചെടുക്കുക. ഇതിനെ എന്താണ് പറയാ? സയൺ എന്ന് പറയും, ഓക്കെ. എ സ്റ്റെം വിച്ച് ഹാസ് ന്യൂലി ഫോംഡ് ബഡ്സ് ഷുഡ് ബി സെലക്ടഡ് ആസ് സയൺ. എന്താണ് ഈ ഇതിന് പുതിയ മുകുളങ്ങൾ വരാൻ തുടങ്ങിയ കമ്പാണെന്ത്? സയണായി തിരഞ്ഞെടുക്കുന്നത് കേട്ടോ. അതായത് പുതിയ ബഡ്സ് ഒക്കെ വരാൻ തുടങ്ങിയ കമ്പാണെന്ത്? സയണായി തിരഞ്ഞെടുക്കേണ്ടത്. മനസ്സിലായതാണ് സയൺ. കണ്ടോ? ഇനി cut the root stalk at 15 cm from the bottom to join the scion. Make a 4 cm deep cut along the center of this root stalk using a knife. അപ്പൊ എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. കമ്പൊട്ടിക്കാനായി ഈ റൂട്ട് സ്റ്റോക്ക് ഇല്ലേ, നമ്മളെ മുകളത്തെ ഈ റൂട്ട് സ്റ്റോക്ക്, ആ റൂട്ട് സ്റ്റോക്കിന്റെ അടിവശത്ത് നിന്ന് 15 സെന്റിമീറ്റർ എന്താണ് മുകളിൽ വെച്ച് മുറിച്ച് മാറ്റണം. അതാ കണ്ടോ, 15 സെന്റിമീറ്റർ മുകളിൽ മുറിച്ച് മാറ്റുക. ഇനി എന്താണ്, റൂട്ട് സ്റ്റോക്കിന്റെ ഈ ഭാഗത്ത് നടുവിൽ കണ്ടോ, ഇവിടെ മുറിച്ച് മാറ്റിയ ശേഷം ഈ റൂട്ട് സ്റ്റോക്കിന്റെ നടുവിലായിട്ട് കത്തി കൊണ്ട് എന്താക്കണം, ഇങ്ങനെ 4 സെന്റിമീറ്റർ നീളത്തിൽ താഴേക്ക് മുറിക്കുക. കണ്ടോ, കത്തി കൊണ്ട് ഇങ്ങനെ മുറിക്കുന്നത് ഈ റൂട്ട് സ്റ്റോക്കാണ്. അതിന് 15 സെന്റിമീറ്റർ ഉയരത്തിൽ എന്താക്കണം, മുറിക്കണം. എന്നിട്ട് അവിടെ നിന്ന് എന്താക്കണം, നടുക്കായിട്ട് കത്തി കൊണ്ട് ഇങ്ങനെ കീറണം. ഓക്കെ, 4 സെന്റിമീറ്റർ ആയിട്ട് താഴോട്ട് മുറിക്കുക. ഓക്കെ, ഇനി മേക്ക് tapered cuts on both sides at the bottom of the scion as shown in the figure. എന്താണ്, സയണിന്റെ അടിഭാഗം 2 വശവും ചിത്രത്തിൽ കാണുന്നത് പോലെ ചെരിച്ച് ചിത്രം കണ്ടോ, ഈ ചിത്രത്തിൽ കണ്ടില്ല ചെരിച്ച് ചെത്തിയത്, ഇതേപോലെ എന്താക്കണം നിങ്ങൾ ഈ സയണ്ട് കേട്ടോ, ഇത് റൂട്ട് സ്റ്റോക്കിനാണ്, സയണ്ട് ആണിത്. അപ്പൊ സയണ്ട് ചെരിച്ച് ഇങ്ങനെ ചെത്തുക. ഓക്കെ, ഇനി insert the scion into the gap made in the root stock and bind it with a polythene tape. Once the scion gets joined with the stock and begins to grow, the saplings can be replanted at a more convenient place. എന്താ ഇവിടെ പറയുന്നത്, റൂട്ട് സ്റ്റോക്കിന്റെ ഈ റൂട്ട് സ്റ്റോക്കിൽ ഉണ്ടാക്കിയ ആ വിടവിലേക്ക് കണ്ടോ, റൂട്ട് സ്റ്റോക്കിൽ നമ്മളിങ്ങനെ വിടവിൽ ഉണ്ടാക്കിയില്ലായിരുന്നു, അങ്ങനെ വിടർത്തിയിട്ട് ആ എന്താണ് സയോൺ എന്താക്കുക, ഇതിലേക്ക് എന്താക്കുക വിടവിലേക്ക് സയണിനെ തിരികെ വെക്കുക. എന്നിട്ട് പോളിത്തീൻ ടേപ്പ് ഉപയോഗിച്ച് എന്താക്കുക, ചുറ്റി കെട്ടുക. സയൺ സ്റ്റോക്കിനോട് ഒട്ടി വളർന്നു കഴിഞ്ഞാൽ ചെടി എന്താക്കുക, സൗകര്യപ്രദമായ സ്ഥലത്തേക്ക് മാറ്റി നടാന്നാണ് ഇവിടെ പറയുന്നത് കേട്ടോ. വൺസ് ദ സയൺ ഗെറ്റ്സ് ജോയിൻഡ് വിത്ത് ദ സ്റ്റോക്ക് ആൻഡ് ബിഗിൻസ് ടു ഗ്രോ, ദ സാപ്ലിങ്സ് ക്യാൻ ബി റീപ്ലാന്റഡ് അറ്റ് എ മോർ കൺവീനിയന്റ് പ്ലേസ്. അപ്പൊ മനസ്സിലായില്ല. അപ്പൊ ഈ സയണ് എന്താക്കണം, ആ റൂട്ട് സ്റ്റോക്കിന്റെ ആ ഗ്യാപ്പിലേക്ക് ഇങ്ങനെ കയറ്റിയിട്ട് ഒരു പോളിത്തീൻ ടേപ്പിനോട് നന്നായി ചുറ്റിക്കെട്ടുക. എന്നിട്ട് എന്താക്കുക, സയണ് അതുമായിട്ട് ജോയിൻ ചെയ്ത ശേഷം എന്താക്കുക, ഇതിനെ വളരാൻ തുടങ്ങിയാൽ ഇതിനെ നമുക്ക് നല്ല സ്ഥലത്തേക്ക് മാറ്റി നടാം. ഓക്കെ, ഇനി ഗ്രാഫ്റ്റിംഗ്. എന്താണ് ഗ്രാഫ്റ്റിംഗ്? നമ്മൾ പഠിച്ചില്ലേ, കമ്പൊട്ടിക്കൽ അല്ലെ. ഗ്രാഫ്റ്റിംഗ് ഈസ് എ മെത്തേഡ് ഓഫ് എ പ്രൊഡക്ഷൻ ഓഫ് സാപ്ലിങ്സ് ബൈ ജോയിനിങ് ദ സ്റ്റെം ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. Plant that has roots selected for grafting is called rootstock and the stem which is joined to it is called scion. എന്താണ്, ഗുണമേന്മയുള്ള ഒരു പ്ലാന്റിന്റെ കമ്പ് അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു പ്ലാന്റിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച ഇനം തൈ ഉൽപ്പാദിപ്പിക്കുന്ന രീതിയാണെന്ത്, ഈ ഗ്രാഫ്റ്റിംഗ്. ഒട്ടിക്കാനായി തിരഞ്ഞെടുക്കുന്ന വേരോട് കൂടിയ ചെടിയെ എന്താണ്, റൂട്ട് സ്റ്റോക്ക് എന്നും ഒട്ടിക്കുന്ന കമ്പിനെ എന്താണ്, സയൺ എന്നും പറയുന്നു. മനസ്സിലായല്ലോ ഗ്രാഫ്റ്റിംഗ് എന്താണെന്നും റൂട്ട് സ്റ്റോക്ക് എന്താണെന്നും സയൺ എന്താണെന്നും മനസ്സിലായല്ലോ അല്ലെ. ഇനി വാട്ട് ആർ ദ അഡ്വാൻറ്റേജസ് ഓഫ് പ്രൊഡ്യൂസിങ് സാപ്ലിങ്സ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഡിസ്കസ് ആൻഡ് റൈറ്റ് ദം ഇൻ ദ സയൻസ് ഡയറി. എന്താണ്, ഈ ഗ്രാഫ്റ്റിംഗ് വഴി തൈ ഉണ്ടാക്കുന്നതിന്റെ നേട്ടങ്ങൾ എന്തെല്ലാമാണ് ചർച്ച ചെയ്ത് നിങ്ങൾ ബുക്കിൽ എഴുതുക. ഏർലി ഫ്ലവറിങ് ആൻഡ് ഫ്രൂട്ടിംഗ് അല്ലെ, വേഗത്തിൽ പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നു അല്ലെ. ഇതൊക്കെ ഈ സാധാരണ മാവുകളൊക്കെ ഈ പ്രായമാകുമ്പോഴത്തേനും പൂക്കലുണ്ടോ, മാങ്ങ ഉണ്ടാവലുണ്ടോ? ഇല്ല അല്ലെ. ഇത് ഗ്രാഫ്റ്റിംഗ് ചെയ്തതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്, ഇങ്ങനെ ഉണ്ടാവുന്നത് കേട്ടോ. വാട്ട് ഇസ് ദ റീസൺ ഫോർ ഏർലി ഫ്ലവറിംഗ് ആൻഡ് ഫ്രൂട്ടിംഗ് ഓഫ് മാംഗോ സാപ്ലിങ്സ് പ്രൊഡ്യൂസ് ത്രൂ ഗ്രാഫ്റ്റിംഗ്? ഈ ഗ്രാഫ്റ്റിംഗ് വഴി ഉണ്ടാക്കിയ മാവിൻ തൈ കുറഞ്ഞ കാലം കൊണ്ട് പൂക്കുകയും കായ്ക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാവാം? എന്തുകൊണ്ടാണ്? It take a longer period for fruiting if the stem selected as scion is not mature enough. എന്താണ്, സയണായി എടുക്കുന്ന കമ്പ് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കൂടുതൽ കാലം വേണ്ടി വരുമോ? സയണായി നമ്മൾ എടുക്കുന്ന ഒരു ഇതുണ്ടല്ലോ, അതിന് ആ കമ്പിന് മൂപ്പെത്തിയില്ലെങ്കിൽ കായ്കൾ ഉണ്ടാകാൻ കുറെ കാലം വേണ്ടി വരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ. താഴെയുള്ള ചിത്രം നോക്കൂ.
ഹാവൻ യു സീൻ ദ ബഡ് ഗ്രോയിങ് ബിനീത്ത് ദ ഗ്രാഫ്റ്റഡ് ഏരിയ? കണ്ടോ, ഈ ഗ്രാഫ്റ്റഡിന്റെ താഴെയായിട്ട് ഇവിടെ എന്താണ് ബഡ് മുളച്ചിട്ടുണ്ട് അല്ലെ. അത് എന്താണ് കമ്പൊട്ടിച്ച സ്ഥലത്തിന് താഴെ വളർന്നു വരുന്ന മുകുളം കണ്ടില്ലേ. അപ്പം will the quality of the plant be affected if this bud is not removed right in the science diary? എന്താണ്, ഈ മുകുളം മുറിച്ചു മാറ്റിയില്ലെങ്കിൽ ചെടിയുടെ ഗുണമേന്മയെ ബാധിക്കുമോ? നിങ്ങളുടെ സയൻസ് ബുക്കിൽ എഴുതുക. We have discussed the method of grafting the stem of Neelam mango tree with the Moovandam mango tree. Is there any advantage in making a new mango variety by grafting the scion of a mature Moovandam mango tree with the root stock of another Moovandam mango tree? എന്താണ് ഇവിടെ പറയുന്നത് നോക്കിയേ. ഈ മൂവാണ്ടം മാവില് ഈ നീലം മാവിന്റെ കമ്പൊട്ടിക്കുന്ന കാര്യമാണ് നമ്മളിപ്പോ ചർച്ച ചെയ്തത് അല്ലെ. ഈ മൂവാണ്ടം മാവിന്റെ റൂട്ട് സ്റ്റോക്കിൽ മൂപ്പെത്തിയ മറ്റൊരു മൂവാണ്ടം മാവിന്റെ തന്നെ സയൺ ഒട്ടിച്ച് പുതിയ മാവ് ഉണ്ടാക്കിയാൽ എന്തെങ്കിലും നേട്ടം ഉണ്ടാകുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈസ് ഇൻ ദ സ്റ്റെം യൂസ്ഡ് ആസ് എ സയൺ here of the same age as the mother plant, will it help in early fruiting? എന്താണ്, ഇവിടെ സയണായി എടുക്കുന്ന മാവിൻ കമ്പിന് അതിന്റെ മദർ പ്ലാന്റിന്റെ പ്രായം ഉണ്ടാകില്ലേ, വേഗം ഫലം തരാൻ ഇത് സഹായിക്കില്ലേ അല്ലെ. അപ്പൊ വേഗം ഫലം തരാൻ അത് സഹായിക്കും അല്ലെ. അപ്പൊ നമ്മള് സയണാണ് എന്ത് നല്ലതായിട്ട് എടുക്കേണ്ടത് അല്ലെ. അപ്പൊ സയണിന്റെ ആ പ്രായത്തിനനുസരിച്ച് വേഗം എന്താവും ഫ്രൂട്ട് ഉണ്ടാവും അല്ലെ. ഇനി നോക്കൂ, a sapling is to be produced in the same way using Malgova and Gomav, which is an indigenous variety of mango tree. Which should be the rootstock? Which would be the scion? Write the reason for this in the science diary. എന്താണ്, ഈ മൽഗോവ, നാടമാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ച് ഇത്തരത്തിലൊരു തൈ ഉണ്ടാക്കണം. ഇവിടെ ഏത് റൂട്ട് സ്റ്റോക്കായും ഏത് സയണായും തിരഞ്ഞെടുക്കും. ഇതിനുള്ള കാരണം നിങ്ങൾ എന്താക്കുക, പുസ്തകത്തിൽ എഴുതുക. മൽഗോവ, നാടൻ മാവിനമായ ഗോമാവ് എന്നിവ ഉപയോഗിച്ചാണ് എന്താക്കേണ്ടത്, ഒരു തൈ ഉണ്ടാക്കേണ്ടത്. അപ്പൊ ഇതിൽ ഏതാ റൂട്ട് സ്റ്റോക്ക്, ഏതാ സയണായിട്ട് എടുക്കേണ്ടത്. അപ്പോൾ ഇതിനുള്ള കാരണം എന്താന്നൊക്കെ നിങ്ങൾ സയൻസ് ബുക്കിൽ എഴുതുക അല്ലെ. അപ്പൊ എന്താണ്, നിങ്ങൾ സയൻസ് ബുക്ക് ചെയ്തു കേട്ടോ. ഇനി നോക്കൂ, ബഡ്ഡിങ് ആണ് കേട്ടോ. ബഡ്ഡിങ് എന്ന് കേട്ടില്ലേ, നമ്മളെ വീട്ടിലൊക്കെ ഉണ്ടാവില്ലേ ബഡ് ചെയ്ത ചെടികൾ, മരങ്ങളൊക്കെ ഇപ്പൊ വാങ്ങുന്നത് അല്ലെ. ഹൗ അബൌട്ട് ചൂസിങ് എ ബഡ് ഇൻസ്റ്റെഡ് ഓഫ് ദ സ്റ്റെം? കമ്പിന്റെ പകരം മുകുളം ബഡ് എടുത്താലോ? ഹാവൻ യു സീൻ ദ റബ്ബർ സാപ്ലിങ്സ് ഫോർ സെയിൽ ഇൻ നഴ്സറീസ്? എന്താണ്, നഴ്സറികളിൽ വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുന്ന റബ്ബർ തൈകൾ കണ്ടിട്ടില്ലേ? ലുക്ക് അറ്റ് ദ അഡ്വർടൈസ്മെന്റ്സ് ഓഫ് സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്. എന്താണ്, ഈ ബഡ് തൈകളുടെ പരസ്യം നോക്കൂ. എന്താണ്, ക്വാളിറ്റി സാപ്ലിങ്സ് അറ്റ് റീസണബിൾ പ്രൈസ്. എന്താ, മികച്ച തൈകൾ മിതമായ വിലയ്ക്ക്. ഹയർ പ്രൊഡക്ടിവിറ്റി, തിക്കർ ലേറ്റക്സ് അല്ലെ. എന്താണ്, കൂടുതൽ ഉൽപാദനം, കട്ടിയുള്ള പാൽ അല്ലെ. അപ്പോ what are the advantages of this over the rubber saplings of native origin? എന്താണ്, നാടൻ റബ്ബർ തൈകളെ അപേക്ഷിച്ച് ഇവയ്ക്കുള്ള മേന്മകൾ എന്തൊക്കെയാണ്? ഹൗ ആർ സാപ്ലിങ്സ് പ്രൊഡ്യൂസ്ഡ് ത്രൂ ബഡ്ഡിംഗ്? എന്താണ്, എങ്ങനെയാണ് ഈ ബഡ് തൈകൾ തയ്യാറാക്കുന്നത് നോക്കാം. ഹിയർ ദ ബഡ് ഓഫ് സുപ്പീരിയർ ക്വാളിറ്റി റബ്ബർ പ്ലാന്റ് ഈസ് സെലക്ടഡ് ആസ് സയോൺ ഇൻസ്റ്റെഡ് ഓഫ് സ്റ്റെം. ദിസ് ഈസ് ജോയിൻഡ് വിത്ത് ദ സ്റ്റോക്ക്. എന്താണ് ഇവിടെ പറയുന്നത്, ഇവിടെ കമ്പിന് പകരം മികച്ച ഇനം റബ്ബറിന്റെ മുകുളമാണ് എന്ത് സയണായി എടുക്കേണ്ടത് അല്ലെ. കമ്പിന് പകരം എന്താ, മികച്ച ഇനം റബ്ബറിന്റെ മുകുളമാണ് എന്ത് സയണായി എടുക്കേണ്ടത് അല്ലെ. ഇത് സ്റ്റോക്കിൽ ഒട്ടിക്കുന്നു. അപ്പൊ എന്താ, റൂട്ട് സ്റ്റോക്ക് അറിയാലോ അല്ലെ. അപ്പൊ റൂട്ട് സ്റ്റോക്കിലാണ് എന്താക്കുന്നത്, ഒട്ടിക്കുന്നത് അല്ലെ. അപ്പൊ ബഡ്ഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്, ബഡ്ഡിംഗ് ഇസ് ദ മെത്തേഡ് ഓഫ് പ്രൊഡ്യൂസിംഗ് സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റിംഗ് മെറ്റീരിയൽ ബൈ ജോയിനിങ് ദ ബഡ് ഓഫ് എ സുപ്പീരിയർ ക്വാളിറ്റി പ്ലാന്റ് വിത്ത് അനദർ പ്ലാന്റ് ദാറ്റ് ഹാസ് റൂട്ട്സ് ആൻഡ് ബിലോങ്സ് ടു ദ സെയിം സ്പീഷീസ്. ഗുണമേന്മയുള്ള ഒരു സസ്യത്തിന്റെ മുകുളം അതേ വർഗത്തിൽപ്പെട്ട വേരോട് കൂടിയ മറ്റൊരു സസ്യത്തിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച നടീൽ വസ്തു ഉണ്ടാക്കുന്ന രീതിയാണെന്ത്, മുകുളം ഒട്ടിക്കൽ അല്ലെ. അതായത് ഈ ബഡ്ഡിങ് എന്താണ്, ഗുണമേന്മയുള്ള ഒരു പ്ലാന്റിന്റെ ബഡ് അതേ വർഗത്തിൽപ്പെട്ട റൂട്ടോട് കൂടിയ മറ്റൊരു പ്ലാന്റിൽ ഒട്ടിച്ചു ചേർത്ത് മികച്ച പ്ലാന്റ്സ് മെറ്റീരിയൽ എന്താണ്, പ്ലാന്റിംഗ് മെറ്റീരിയൽ ഉണ്ടാക്കുന്ന രീതിയാണെന്ത്, ഈ ബഡ്ഡിംഗ് പറയുന്നത് കേട്ടോ. ലെറ്റ് us produce a sapling of a jackfruit tree in this way. Different steps of budding are given below. എന്താണ്, ഈ രീതിയിൽ നമുക്കൊരു പ്ലാവിൻ തൈ ഉൽപ്പാദിപ്പിച്ചാലോ? മുകുളം ഒട്ടിക്കുന്നതിന്റെ വിവിധ ഘട്ടങ്ങൾ ഒന്ന് പരിചയപ്പെടാം. സ്റ്റേജ് 1 നോക്കൂ. Chisel of a bud along with the bark from the branch of a superior quality jackfruit tree. This is the scion. എന്താണ്, നല്ല ഇനം പ്ലാവിന്റെ ബ്രാഞ്ചസിൽ നിന്ന്
എന്താക്കുക, ഈ ബഡ് തൊലിയോട് കൂടി ചെത്തിയെടുക്കുക. ഇതാണെന്ത്, സയണ്. ഓക്കെ, നല്ല ഇനം എന്താണ്, നല്ല ഇനം പ്രാവിന്റെ ബ്രാഞ്ചിൽ നിന്ന് എന്താ ബഡ് തൊലിയോട് കൂടി ചെത്തിയെടുക്കുക. ഇതാണെന്ത്, സയണ്. ഇനി എന്താ സ്റ്റേജ് 2, peel off bark from the area where the bud is to be inserted in the native jackfruit tree sapling root stock which is grown in a pot or grow bag. എന്താണ്, ഈ പോട്ടിലോ ഗ്രോ ബാഗിലോ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ നിന്ന് ഈ റൂട്ട് സ്റ്റോക്ക് ആണല്ലേ, അതിൽ നിന്ന് ഈ ബഡ് ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറന്തൊലി ചെത്തി മാറ്റുക. എന്താണ് പറയുന്നത്, ഈ ഗ്രോ ബാഗിൽ വളർത്തിയ നാടൻ ഇനത്തിൽപ്പെട്ട പ്ലാവിൻ തൈയിൽ എന്താ, അതാണ് റൂട്ട് സ്റ്റോക്ക് അല്ലെ. റൂട്ട് സ്റ്റോക്ക് നിർബന്ധമാണ് അല്ലെ. അപ്പൊ ആ റൂട്ട് സ്റ്റോക്കിൽ ഈ നമ്മളിപ്പോ ഇവിടുന്ന് ചെത്തിയെടുത്ത ആ ബഡ് ഒട്ടിക്കാനുള്ള സ്ഥലത്തെ പുറം തൊലി ചെത്തി മാറ്റുക. ഓക്കെ, റൂട്ട് സ്റ്റോക്കിന്റെ അവിടെയാണ് പുറം തൊലി ചെത്തി മാറ്റേണ്ടത്. ഓക്കെ, സ്റ്റേജ് 3 എന്താണ്, attach the scion with a polythene tap to the area of the rootstock from where the bark was removed, keeping the bud exposed. എന്താണ്, ഈ റൂട്ട് സ്റ്റോക്കിൽ തൊലി നീക്കിയ ഭാഗത്ത് സയൺ വെച്ച് ഈ ബഡ് പുറത്ത് കാണുന്ന വിധം എന്താക്കുക, പോളിത്തീൻ ടേപ്പ് കൊണ്ട് പൊതിഞ്ഞ് കെട്ടുക. കണ്ടോ, ചിത്രത്തിലേക്ക് പോയാൽ അങ്ങനെ പൊതിഞ്ഞ് കെട്ടുക. സ്റ്റേജ് 4 എന്താണ്, when the bud starts to grow well, remove the upper portion of the stalk. The saplings can be replanted in soil when the bud is grown. എന്താണ്, ഈ ബഡ് നന്നായി വളരാൻ തുടങ്ങിയ സ്റ്റോക്കിന്റെ മുകൾ ഭാഗം മുറിച്ച് മാറ്റുക. ബഡ് വളർന്നതിന് ശേഷം എന്താക്കുക, ഈ തൈ പറമ്പിലേക്ക് മാറ്റി നടുക. അതാണെന്ത്, ഈ ബഡിന്റെ ഡിഫറെന്റ് സ്റ്റെപ്സ്. മനസ്സിലായല്ലോ. ഇനി നോക്കൂ, ഹാവ് യു അണ്ടർസ്റ്റുഡ് ദ സ്റ്റേജസ് ഓഫ് ബഡ്ഡിംഗ്? ഗ്രോ എ നേറ്റീവ് റോസ് പ്ലാന്റ് ഇൻ യുവർ ബയോഡൈവേഴ്സിറ്റി പാർക്ക് ഇൻ എ സിമിലർ വേ ആഫ്റ്റർ ബഡ്ഡിംഗ് ഇറ്റ് വിത്ത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് റോസ് പ്ലാന്റ്സ്. വി ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് ഫോർ producing superior quality saplings. How can we produce better seeds? എന്താണ്, ഈ ബഡ് ഒട്ടിക്കുന്ന രീതി മനസ്സിലാക്കിയല്ലോ അല്ലെ. ഇതുപോലെ ഒരു നാടൻ റോസ് ചെടിയിൽ പലതരം റോസ് ചെടികളുടെ ബഡ്സ് ഒട്ടിച്ച് ചേർത്ത് നിങ്ങൾ എന്താ ബയോഡൈവേഴ്സിറ്റി പാർക്കിൽ എന്താക്കുക, നട്ട് വളർത്തുക. ഓക്കെ, വി ആർ നൗ ഫെമിലിയർ വിത്ത് ഡിഫറെന്റ് മെത്തേഡ്സ് ഓഫ് പ്രൊഡ്യൂസിങ് സുപ്പീരിയർ ക്വാളിറ്റി സാപ്ലിങ്സ്. ഹൗ ക്യാൻ വി പ്രൊഡ്യൂസ് ദ ബെറ്റർ സീഡ്സ്? അപ്പൊ മികച്ച തൈകൾ ഉണ്ടാക്കുന്ന രീതികളാണ് നാം പരിചയപ്പെട്ടത് അല്ലേ. അപ്പൊ മികച്ച വിത്ത് എങ്ങനെ ഉണ്ടാക്കും, അത് അടുത്ത ഭാഗത്തുള്ളതാണല്ലേ. അപ്പം ടീച്ചർ അടുത്ത വീഡിയോയിൽ ടീച്ചർ പറയുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ എടുത്ത ഭാഗങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, താങ്ക് യു.